വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക് ഇൻഫോ സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ബൈ. അതായത് യൂട്യൂബിൽ നിങ്ങളുടെ ഒരു വീഡിയോ അത് ഞാനിപ്പോൾ കാണും, അത് ഈ പൈസയായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? അതൊന്നും അറിയില്ലല്ലോ, അതൊന്ന് പറഞ്ഞു തരുമോ? ബൈ, അത് പറഞ്ഞുതരല്ലോ, സിമ്പിളല്ലേ? അതായത് നമ്മൾക്ക് മെയിനായിട്ട് ഇപ്പോൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും നമുക്ക് മെയിനായിട്ട് വരുമാനം ലഭിക്കുന്നത് ആഡ്സിലൂടെയാണ്, പരസ്യങ്ങളിലൂടെയാണ്. അതായത് ഇപ്പോൾ ഒരു പരസ്യം അതൊരു സിനിമ നടനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കോടികൾ കൊടുക്കണം. എക്സാമ്പിൾ ഇപ്പോൾ അമിതാഭ് ബച്ചനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ, മറ്റുള്ള ആരെങ്കിലും സിനിമ നടന്മാർ മലയാളത്തിൽ പരസ്യം അവർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കോടികളാണ് കൊടുക്കുന്നത്, കോടികൾ. അതായത് ഇതിൽ നമ്മൾ സംഭവം വെച്ചാൽ ഇതിൽ ഈ പരസ്യം നമ്മളിലൂടെ അവർ പ്രൊമോട്ട് ചെയ്യുക, നമ്മളിലൂടെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്തായാലും പൈസ കൊടുക്കുന്നില്ല. അതുപോലെ നമുക്ക് അതിലൊരു ലാഭവിഹിതം, കമ്പനിയുടെ ലാഭവിഹിതം നമുക്ക് തരും. അപ്പോൾ എന്താവും? നമുക്ക് വരുമാനമായിട്ട് ലഭിക്കും. ഇനി വരുമാനം ലഭിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ലഭിക്കില്ല. അതിന് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് മോണിറ്റൈസേഷനൊക്കെ ആയി നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിൽ $10 ആകുമ്പോൾ, നമ്മുടെ ഈ ആഡ്സിലൊക്കെ വന്ന് $10 ആകുമ്പോൾ അത് നമ്മൾ ID വെരിഫിക്കേഷൻ ആക്കണം. ഈ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ID വെരിഫിക്കേഷൻ ആക്കണം. ഈ ID വെരിഫിക്കേഷൻ ആക്കിയാൽ മാത്രമേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് $100 ആകുമ്പോഴാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ വരുന്നത്. ബൈ. അപ്പോൾ ഈ പരസ്യത്തിലൂടെയാണ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നത് അല്ലേ? അപ്പോൾ സംഗതിപ്പെടുന്നത് പരസ്യത്തിൻ്റെ പൈസയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ? അതിപ്പോൾ ഇതെല്ലാം ആക്കണം, ID വെരിഫിക്കേഷനിലാക്കിയിട്ട് അക്കൗണ്ട് എല്ലാം കൊടുക്കണം. ഇപ്പോൾ മനസ്സിലായി. ഈ പരസ്യത്തിലൂടെ മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും വരുമാനം ലഭിക്കുന്നുള്ളൂ? വേറെയും ലഭിക്കുന്നുണ്ട്. വേറെ ലഭിക്കുന്ന ചിലപ്പോൾ പുതിയ അപ്ഡേഷൻ, യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഇപ്പോൾ മോണിറ്റൈസായ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോയുടെ താഴത്തായിട്ടൊരു താങ്ക്സ് എന്ന് പറയുന്നൊരു സംഭവം കാണാറില്ല. താങ്ക്സ് അല്ല, ഒരു ലവിൻ്റെ സിമ്പിളാണ് അത്. താങ്ക്സ് എന്ന് പറയുന്നൊരു ഇതാണ് അതിനെ പറയുന്നത്. ആ താങ്ക്സിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ എൻ്റെ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ താങ്ക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവർക്ക് പൈസ തരാൻ പറ്റും. അവർക്ക് ഇഷ്ടമുള്ള പൈസ 100,000, 200,000, 300,000 അങ്ങനെ എനിക്ക് തരാൻ പറ്റും. അവർക്ക് അതിനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. ഗൂഗിൾ പേ ആയിട്ടോ എൻ്റെ ഇതൊക്കെ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയും നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ താങ്ക്സ് എന്ന് പറയുന്ന ആ ബട്ടണിലൂടെ എനിക്ക് പൈസ തരാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ ആരും മറക്കണ്ട, താങ്ക്സ് ഒന്ന് ക്ലിക്കാക്കിയിട്ടൊരു 500,000 പെട്ടെങ്കിൽ പായി. അപ്പം അങ്ങനെ പൈസ കിട്ടുന്നുണ്ടല്ലേ? അങ്ങനെ പൈസ കിട്ടുന്നുണ്ട് യൂട്യൂബിലല്ലേ? വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ പൈസ കിട്ടാൻ വേണ്ടിയിട്ട്? വേറെ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് നമ്മൾ അൺബോക്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു. അത് ചെയ്തിട്ട് ആ കമ്പനിക്കാർ, അത് വീഡിയോ ഒക്കെ വൈറലായിട്ട് ആ കമ്പനിക്കാർ അത് കാണുന്നു. അതിൻ്റെ കമ്പനിക്കാർ അത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ തന്നെ വേറെ ബ്രാൻഡൊക്കെ നമുക്ക് അയച്ചിരുന്ന് അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ആളുകളിലൂടെ എത്തിക്കുന്നു. നമ്മളൊരു പ്രൊമോട്ടറായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നതിലൂടെ അങ്ങനെ കമ്പനി നമുക്കൊരു വരുമാനം തരും, ഒരു എമൗണ്ട് അവർ നമുക്ക് തരും. അങ്ങനെയും നമുക്ക് യൂട്യൂബിലൂടെ പണം ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ബായ്. അപ്പോൾ ഇങ്ങനെയല്ല യൂട്യൂബിൽ പണം കിട്ടുമല്ലേ? ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങലായി, എനിക്കുണ്ടാക്കണ യൂട്യൂബിലൂടെ പൈസ. ഇങ്ങനെയൊക്കെ യൂട്യൂബിലൂടെ പണം ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് വെറുതെ ഇരുന്നുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, എപ്പോഴും എത്തില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്ത് ചാനൽ എന്തായാലും അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ഇതിലാകും സക്സസ് ആകാൻ പറ്റൂ. നമ്മളുടെ വിചാരം ഇപ്പോൾ യൂട്യൂബ് ചാനൽ നാളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരുപാട് പൈസ കിട്ടും. അതൊന്നല്ല, ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ഒരുപാട് ഹാർഡ് വർക്കിലൂടെ മാത്രമേ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് വിജയിക്കാൻ പറ്റൂ. ഓക്കെ ബൈ. അപ്പോൾ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യലായി, ഫുൾ ടൈം ഇനി മനക്കെട്ട് ചെയ്യലായി കംപ്ലീറ്റ്. ഒരിക്കലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫുൾ ടൈം നിങ്ങൾ ഇതിൽ വരരുത്. കാരണം വെച്ചാൽ ഫുൾ ടൈം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒരു ജോബ് ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് മാത്രം ചെയ്ത് ഇതിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ മാത്രം ഇതിൽ ഫുൾ ടൈം നിങ്ങൾ നിൽക്കും. ഗൈസ്, അപ്പോൾ നമ്മളെ ചങ്ങായിക്ക് സംഗതി മനസ്സിലാകാൻ തോന്നുന്നു, നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ആക്കി വെക്കുക. എങ്കിൽ മാത്രം ഞാൻ ഇനിയിടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫ്രഷായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ
അപ്പോൾ കട്ട സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.